എന്താടാ രണ്ടും കൂടി കിടന്ന് പരങ്ങണത് അവിടെ? ഞങ്ങളുടെ കയ്യിലൊരു ബിസിനസ് ഐഡിയ ഉണ്ടായിരുന്നു പറയാൻ. അപ്പൊ അതൊന്ന് ഓണാക്കാനായിട്ട് ഉപ്പാടെ കയ്യിൽ നിന്ന് എന്താന്ന് വെച്ചാ ഓണാക്കി തരാൻ മക്കൾക്ക് ഞാനൊരു സ്വിച്ച് വെച്ചേ. കൊഞ്ചനം കുത്തി കഴിഞ്ഞ മക്കളുടെ പ്ലാൻ ഒന്ന് കേക്കട്ടെ. നാടിന്റെ നാട്ടുകാരുടെ നന്മയ്ക്കായിട്ടൊരു ബൈക്ക് വർഷം. അതിന് നിങ്ങക്ക് ബൈക്കൊക്കെ ശരിയാക്കാൻ അറിയോ? എനിക്ക് പഞ്ചറൊട്ടിക്കാൻ അറിയാം. എനിക്ക് എയർ അടിക്കാൻ. നിങ്ങളത് എവിടെ തുടങ്ങാൻ ഉദ്ദേശം? അത് നമ്മുടെ ചന്ദ്രേട്ടന്റെ വീഡിയോല. അതിൽ മൂന്നാമത്തെ നിലയില ബൈക്ക് വർക്ക്ഷോപ്പ് 3ാമത്തെ നിലയില്. അല്ലടാ, കുറച്ച് നാൾ മുമ്പ് നീയല്ലേ ഒരു ഹോട്ടൽ നടത്തണം എന്ന് പറഞ്ഞ് നടന്നിരുന്നത്? അതിന്റെ ഉദ്ഘാടനം അമ്മൂമ്മേനെ വെച്ചിട്ടാ പ്ലാൻ ചെയ്ത്. അമ്മൂമ്മ ഇപ്പൊ ആശുപത്രിയില, അതുകൊണ്ടൊന്ന് നീട്ടി വെച്ചു. അമ്മൂമ്മേനെ ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടല്ലോ. അമ്മൂമ്മക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉദ്ഘാടിക്കാൻ ഇവൻ കൊടുത്ത പഴംപൊരി വെച്ചിട്ട് അമ്മൂമ്മ ഹോസ്പിറ്റലായത്. ഇപ്പോഴും ഐസിയില ഇറങ്ങിയിട്ടില്ല. എന്റെ വീട്ടുകാരോടുള്ള സ്നേഹത്തോടു കൂടി പറയാണ്, നീ ഇവന്റെ കൂട്ടുകെട്ട് വിട്ടാലേ നീ നേരിയാവുള്ളൂ. ഇതാ ആ കാണുന്ന വാഴത്തോട്ടം കണ്ടോ നീ? അതൊരു തെങ്ങുതോപ്പായിരുന്നു. ഇവനെ കുറിച്ച് ആലോചിക്കുമ്പോ അപ്പൊ ഒരു വാഴ വെച്ചാൽ മതി തോന്നും. അങ്ങനെ പോയി ഒരു വാഴ വെക്കും. അങ്ങനെ വാഴ വെച്ചിട്ട് ഇപ്പൊ അതൊരു വാഴത്തോട്ടായി മാറി. നീ ഇവിടെ ശരിയല്ലേ? എനിക്ക് നിന്ന് തന്തടയിൽ ഞാൻ 2 വാങ്ങി.